ഇപ്പൊ ഈ കഥാപാത്രവുമായിട്ട് ഹനീഫ് മുന്നിയൊക്കെ സമീപിക്കുമ്പോൾ ഏറ്റവും വെല്ലുവിളിയായിട്ട് തോന്നിയത് എന്തായിരിക്കും? പക്ഷേ നമ്മുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ തന്നെ, ഡയറ്റ്, ആ ഒരു ഭയങ്കര ഫുഡിയാണല്ലേ? കട്ട ഫുഡിയാണ്. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് അങ്ങനെ ഒരു ഇന്നതൊന്നുമില്ല. അത്യാവശ്യം ബർഗർ, ഫ്രൈഡ് റൈസ്, എല്ലാ ജങ്കും കഴിക്കുമെന്ന്. എല്ലാ ജങ്ക് എല്ലാം ആളാണ് ഞാൻ. എന്നിട്ട് ഇതായിരുന്നു ഏറ്റവും വെല്ലുവിളി. അത് അതായിരുന്നു 3 മാസം. ഞാൻ അന്ന് ചോറ് തീറ്റി നിർത്തിയതാണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ചോറ് കഴിക്കുന്ന സദ്യക്ക്, ഓണസദ്യ, പിന്നെ ഇടയ്ക്ക് ഏതോ ഒരു കല്യാണത്തിന് പോയപ്പോൾ ഞാൻ ചോറ് കഴിച്ചു. വിരലെണ്ണാമത്തെ തവണ ഞാൻ അതിന് ശേഷം ഞാൻ ചോറ് കഴിച്ചു. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഷൂട്ടിംഗ് 3 മാസം തൊട്ടിട്ടേ ഇല്ല, കഴിച്ചിട്ടേ ഇല്ല. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം പറഞ്ഞു. ഓണത്തിന് കഴിച്ചു. പിന്നെ അതിന് ശേഷം ഏതോ ഒരു മാരേജ് ഫംഗ്ഷൻ കണ്ടപ്പോൾ എവിടെയോ പോയപ്പോൾ ഞങ്ങൾ ചോറ് കഴിച്ചു. അതേ ഉള്ളൂ. ഇപ്പം അച്ഛൻ്റെയും അച്ഛൻ്റെയും ഒക്കെ എടുത്തുനിന്ന് അഭിനയത്തിൽ എടുത്തിട്ടുള്ള പാഠങ്ങൾ എന്തൊക്കെയായിരിക്കും? കാരണം അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയാണ് അച്ഛൻ എന്ന് പറയുന്നല്ലേ. അപ്പം അദ്ദേഹത്തിന്റെ ചെറുമകൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇപ്പം കുറച്ച് ഇന്റർവ്യൂസിലൊക്കെ പറയുന്നത് കേട്ടോ, അദ്ദേഹത്തിന്റെ ഇഷ്ടമുള്ള കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് എടുത്തിട്ടുള്ള പാഠങ്ങൾ എന്തൊക്കെയായിരിക്കും? അങ്ങനെ പാഠങ്ങളായിട്ടില്ല, ഞാനതെല്ലാം നോക്കി. പക്ഷെ എന്നാ കോപ്പിഡി ആവരുത്, എന്നാൽ അതിൽ നിന്നൊക്കെ കുറച്ച് റെഫർ ചെയ്തു. ഗോഡ് ഫാദറിലെ ആ സംഭവം അതൊക്കെ. പിന്നെ എല്ലാം ഈ മോഡുലേഷൻ ആണല്ലോ എല്ലാവരും. മോഡുലേഷൻ അതൊക്കെ അച്ഛനും കുറെ ഇതൊക്കെ പറഞ്ഞു തന്നു. മോഡുലേറ്റ് ചെയ്യുന്നതും ലുക്കും കാര്യങ്ങളും എങ്ങനെ നോക്കണം, നമുക്ക് സ്ക്രീൻ മുമ്പിൽ നിൽക്കേണ്ട രീതി, അതെല്ലാം കുറെ പറഞ്ഞു തന്നിരുന്നു. ഇപ്പം ഇത്രയും ഒരു പ്രശസ്തമായ കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ നമുക്ക് അത്രയും പ്രേക്ഷകർക്കും അത്രയും പ്രതീക്ഷയുണ്ടായിരിക്കും അല്ലേ? അപ്പൊ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? കാരണം അതൊരു പ്രഷറാണ് ശരിക്കും പറഞ്ഞാൽ. ഭയങ്കര പേടിയായിരുന്നല്ലോ. ഇനിയും അത് എപ്പോഴും ഉണ്ടാവും. അത് ഞാൻ എന്റേതായ രീതിയിലൊന്ന് നിൽക്കുന്നിടം വരെ എനിക്ക് എന്തായാലും. അപ്പൊ ഈ ഫസ്റ്റ് സിനിമയിൽ ഇപ്പൊ ഇത്രയും ആൾക്കാർ വന്ന് നല്ലതാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ അപ്പൊ ആ ഒരു പ്രഷറിനെയും പ്രതീക്ഷയൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് അഭി? അത് സിനിമ ഇറങ്ങി അതൊക്കെ പയ്യെ മാറുമായിരുന്നു. അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന അത് ഫേസ് ചെയ്തല്ലേ പറ്റും. അതിപ്പോ എനിക്ക് പക്ഷെ ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇൻട്രോവേർട്ട് ആണ്, കുറച്ച് സമയം എടുക്കും. അങ്ങനെ ഒരാൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടായിരിക്കുമല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഐ മീൻ സിനിമ ഇറങ്ങി അങ്ങ് യൂസ്ഡ് ആയെന്നേ ഉള്ളൂ. അങ്ങനെ ഹാൻഡിൽ ആവാൻ എന്തായാലും അത് ഫേസ് ചെയ്ത് ഒരു പറയുന്ന പോലെ December 20 മാർക്കോ റിലീസ് ചെയ്തത്. ആ ദിവസം ആകുമ്പോഴേക്കും ഇത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ ഞാൻ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളൊരു സംഭവമായിട്ടില്ല, ഓപ്ഷൻ ഇല്ലല്ലോ എനിക്ക്. എന്തായാലും ഫേസ് ചെയ്യണം. ഇപ്പൊ മാർക്കോയിൽ നമ്മൾ ഈ കാണുന്ന ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമ, പക്ഷെ ഇതിന്റെ പുറകിൽ കുറേ രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഓർത്ത് വെക്കുന്ന എന്തെങ്കിലും ഒരു ബിഹൈൻഡ് ദ സീൻ എന്തെങ്കിലും ഒരു സംഭവം അറിയാമോ? പറയുമ്പോഴേ ചിരിക്കുന്നത് എന്താണ്? അതെന്ന് വെച്ചാൽ മൂന്നാർ ഷൂട്ടിങ്, ഇത് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. മൂന്നാർ ഷൂട്ടിങ്ങിൽ ഉണ്ണിച്ചേട്ടൻ എന്നെ എപ്പോഴും കളിയാക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാർ ഷൂട്ടിങ്ങിൽ ആ ഒരു സീനില്ലേ, ഞാൻ ഉണ്ണിച്ചേട്ടനുള്ള ഫൈറ്റ് കഴിഞ്ഞിട്ട് ഒരു മൂലയ്ക്ക് കൊണ്ട് ഞാനിങ്ങനെ അവിടെ താഴെ കിടക്കും. ഉണ്ണിച്ചേട്ടൻ വന്ന് കാലെടുത്ത് എൻ്റെ ഇങ്ങനെ ഇവിടെ ചവിട്ടി വെക്കും. അപ്പോൾ ആ ഷോട്ടിന് കുറച്ച് മുന്നേ ബിസ്ക്കറ്റ് കൊണ്ടുവന്നായിരുന്നു കഴിക്കാനായിട്ട്. നല്ല വിശന്നിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ക്യാരവാൻ വരെ നമ്മുടെ ഫുഡ് ചെയ്യുന്ന സ്ഥലം വരെ നല്ല ദൂരമുണ്ട്. അപ്പോൾ അങ്ങ് വരെ പോയി കഴിക്കാൻ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കമൊക്കെ വരും, പക്ഷേ ക്ഷീണിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെച്ച് കഴിച്ചില്ല. അപ്പോൾ അന്ന് പെട്ടെന്ന് വിശന്നപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കൊണ്ടും ചേട്ടൻ കുറച്ച് ബിസ്ക്കറ്റ് തരണമെന്ന് കുറച്ച് ബിസ്ക്കറ്റ് ഞാൻ അടുത്ത് കൈ വെച്ചത്. അപ്പോൾ ഈ ജാക്കറ്റ് അതിൻ്റെ അകത്ത് വെക്കാൻ സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് പെട്ടെന്ന് ഷോട്ട് പിടിച്ചപ്പോഴത്തേക്ക് ബിസ്ക്കറ്റ് താത്തി വെച്ച് വെച്ച്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ ആ സീൻ മഴ നനഞ്ഞിരിക്കും. അപ്പോൾ പ്ലാസ്റ്റിക് കവറുണ്ട്, ഇത് പോക്കറ്റ് ഇരിക്കുന്നു. ഉണ്ണിച്ചേട്ടൻ മുന്നൊരു ഒറ്റ ചോട്ട് നെഞ്ചത്ത് ഇതെല്ലാം പൊട്ടിക്കാത്ത പാക്കറ്റാണ്. ഞാൻ പൊട്ടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ചോട്ടായി എന്ന് പറഞ്ഞ് വേഗം ഞങ്ങൾ കയറി ഒറ്റ ചോട്ട്. അപ്പോൾ പുള്ളി ചോദിച്ചു എന്താ ഉപയോഗിച്ച്, എന്തോ ഫോൺ വല്ലോണം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞ റസലിന്റെയും മാർക്കോയും എന്നിട്ട് ബിസ്ക്കറ്റ് കൂടെ നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോഴാണ് ഈ സീൻ കറക്റ്റ് ആയിട്ട് വരുന്നത്. ബിസ്ക്കറ്റ് കമ്പനിക്ക് തന്നെ പ്രൊമോഷൻ ആയ അല്ല, അത് ഷെറീഫിക്കയുടെ പ്രൊഡ്യൂസറിന്റെ മകള് അവരെല്ലാരും എന്നെ ബിസ്ക്കറ്റ് വില്ലെന്ന് വെച്ചോണ്ട്. അപ്പൊ നമുക്കും പുതിയൊരു പേര് കിട്ടിയത് ഇതുവരെ ആർക്കും അറിയില്ലായിരുന്നു. അല്ല, അവര് പറഞ്ഞു, അവരൊരു ഇന്റർവ്യൂല് പറഞ്ഞു അവരുടെ ചോദിച്ചു ഇങ്ങനെ എന്നെ ബിസ്ക്കറ്റ് വില്ലൻ അങ്ങനെ എന്തോ നമ്മള് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞല്ലോ ഒരു കുട്ടിയുടെ മുടിക്ക് പിടിക്കുന്ന ആ സീൻ ഭയങ്കര, ആ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര അടുപ്പമാണ് അല്ലേ? എനിക്ക് തോന്നുന്നു അബിയോട് സംസാരിക്കുമ്പോൾ ഒറ്റ കുട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് വീട്ടിലൊക്കെ പാമ്പർ ചെയ്ത് അങ്ങനത്തെ ഒരാളായിരുന്നു. അങ്ങനത്തെ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. സ്ട്രിക്റ്റ് ഒന്നുമില്ല, ഫ്രീ ആയിരുന്നു. ഞാൻ എല്ലാം വീട്ടിൽ ചെന്ന് പറയുന്ന ഒരാളായിരുന്നു. അങ്ങനെ എന്നെ ഒരു കാര്യത്തിന് റെസ്ട്രിക്ഷൻ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ എല്ലാം ഒന്ന് പറയും, എല്ലാം ഷെയർ ചെയ്യും. അതുകൊണ്ട് അവർക്ക് വിശ്വാസം. നല്ല കുട്ടിയായിരുന്നു എന്നർത്ഥം. നല്ല കുട്ടിയാണ് ആയിരുന്നു, നല്ല ആണ് അല്ലേ? അങ്ങനെയല്ല, ഞാൻ അങ്ങനെ കുഴപ്പത്തിനൊന്നും ചെന്ന് പെടാല്ല. ഇങ്ങോട്ട് വരുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ ട്രിഗർ ആവാറുള്ളൂ. അങ്ങോട്ട് ചെന്ന്